പോകരുത്. ന്യൂറോൺ മസ്കുലർ ബ്ലോക്കേഴ്സ് വേറെ, ഗാൻഗ്ലിയോണിക് ബ്ലോക്കേഴ്സ് വേറെയാണ്. ഗാൻഗ്ലിയോണിക് ബ്ലോക്കേഴ്സിൻ്റെയും ആക്ഷൻ സെയിം ആണ്. കോളിനർജിക് റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഉള്ള സെയിം മെക്കാനിസം തന്നെയാണ് ഗാൻഗ്ലിയോണിക് ബ്ലോക്കേഴ്സിനും വരുന്നത്. ആൻറ്റി ഹൈപ്പർടെൻസീവ് ആയിട്ടാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ മൈസ്തീനിയ ഗ്രാവിസ്. അത് കോളിനർജിക്സിൻ്റെ ലാസ്റ്റ് നിങ്ങൾ പഠിച്ചു കാണും. പിന്നെ ഡ്രഗ്സ് ആക്ടിങ് ഓൺ ഐ, മിഡ്രിയാറ്റിക്സ് ആൻഡ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഗ്ലൂക്കോമ. ഗ്ലൂക്കോമയുടെ ട്രീറ്റ്മെൻറ്റ് ഒന്ന് നോക്കണം. ബീറ്റ ബ്ലോക്കേഴ്സും അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദി ഡ്രഗ് പ്രിഫേർഡ് വെൻ സൈക്ലോപ്ലെഡ്ജിയ ഇസ് നോട്ട് റിക്വയർഡ്. ആൻസർ അറിയോ അതിൻ്റെ? വിച്ച് ഈസ് ദി ഡ്രഗ് പ്രിഫേർഡ്, which is the midriatic preferred when cycloplegia is not required. സൈക്ലോപ്ലെഡ്ജിയ വേണ്ട, മിഡ്രിയാസിസ് മാത്രം മതിയെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് ഏതാന്ന് അറിയോ അതിൻ്റെ ആൻസർ? വെരി ഗുഡ്. ഫീനൈലെഫ്രിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സൈക്ലോപ്ലെഡ്ജിയ വേണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഫീനൈലെഫ്രിനാണ്. വെരി ഗുഡ്. പിന്നെ നമുക്ക് ഓട്ടോകോയിഡ്സ് നോക്കാം. ഓട്ടോകോയിഡ്സിൽ ഹിസ്റ്റമിൻ്റെ ഫിസിയോളജിക്കൽ ആൻറ്റഗോണിസ്റ്റ് ആരാ? ഹിസ്റ്റമിൻ്റെ അഡ്രിനാലിനാണ്. ഓക്കെ, അഡ്രിനാലിൻ ഇസ് ദി ഫിസിയോളജിക്കൽ ആൻറ്റഗോണിസ്റ്റ് ഓഫ് ഹിസ്റ്റമിൻ. അതിൽ ആൻറ്റി ഹിസ്റ്റമിനിക് ഡ്രഗ്സിൻ്റെ H1 ബ്ലോക്കേഴ്സും H2 ബ്ലോക്കേഴ്സും നോക്കണം. പിന്നെ സെറോട്ടോണിൻ റിസപ്റ്റർ. സെറോട്ടോണിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ട്രിപ്റ്റാൻസ് ആണ്. സുമാട്രിപ്റ്റാനും ആ ഒരു ക്ലാസിഫിക്കേഷനില്ലേ നമ്മൾ മൈഗ്രെയിനിൽ യൂസ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടായിരുന്നു, വിച്ച് ഈസ് ദി ഡ്രഗ് പ്രിഫേർഡ് ഇൻ acute migraine attack. acute migraine attack അതിൽ ഓപ്ഷൻസ് പ്രൊപ്രനലോൾ, സുമാട്രിപ്റ്റാൻ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. acute അറ്റാക്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ട്രിപ്റ്റാൻസ് ആണ്. ഓക്കെ, ട്രിപ്റ്റാൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സുമാട്രിപ്റ്റാൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഈ പ്രൊപ്രനലോളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊഫൈലാക്സിസിനാണ്. acute അറ്റാക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അനാൽജസിക്സും യൂസ് ചെയ്യാം, ട്രിപ്റ്റാൻസും യൂസ് ചെയ്യാം. ഓക്കെ, പ്രൊഫൈലാക്സിസിനാണ് ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ H2 ബ്ലോക്കേഴ്സ് നോക്കാൻ മറക്കരുത്, നമ്മുടെ അൾസറിലുള്ളത്. ഇനി പ്രോസ്ട്രാഗ്ലാൻഡിൻസ്. പ്രോസ്ട്രാഗ്ലാൻഡിൻസിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ വേഗം ആൻസർ പറയാം. പ്രോസ്ട്രാഗ്ലാൻഡിൻസിൻ്റെ അനലോഗ്സ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാറ്. വിച്ച് ഈസ് ദി പ്രോസ്ട്രാഗ്ലാൻഡിൻ അനലോഗ് വിച്ച് ഈസ് പ്രിഫേർഡ് ഇൻ പോസ്റ്റ് പാർട്ടം ഹെമോറേജ്. പോസ്റ്റ് പാർട്ടം ഹെമോറേജിൽ യൂസ് ചെയ്യുന്ന പ്രോസ്ട്രാഗ്ലാൻഡിൻ അനലോഗ് ഏതാണ്? പോസ്റ്റ് പാർട്ടം ഹെമോറേജ്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഇറ്റ്സ് എ പ്രോസ്ട്രാഗ്ലാൻഡിൻ F2 ആൽഫ അനലോഗ്. അഡ്രിനാലിനൊന്നും കൊടുക്കത്തില്ല, ആള് തട്ടിപ്പോകത്തില്ലേ BP വന്നിട്ട്? അഡ്രിനാലിനല്ല ഞാൻ പറഞ്ഞ എന്താ, പ്രോസ്ട്രാഗ്ലാൻഡിൻ അനലോഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതാ? പ്രോസ്ട്രാഗ്ലാൻഡിൻ F2 ആൽഫ. അതിൻ്റെ പേരാണ് ഞാൻ ചോദിച്ചത്. പ്രോസ്ട്രാഗ്ലാൻഡിൻ F2 ആൽഫ ആണ്. അതിൽ സ്പെസിഫിക്കലി ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കാർബോപോസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ, കാർബോപോസ്റ്റ്. പിന്നെ ഗ്ലൂക്കോമയിലാണ് ലാനറ്റോപ്രോസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അബോഷനൊക്കെ കോസ് ചെയ്യാനാണ് പ്രോസ്ട്രാഗ്ലാൻഡിൻ E1 അനലോഗ്സ് യൂസ് ചെയ്യുന്നത്, മിസോപ്രസ്റ്റോള്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദി പ്രോസ്ട്രാഗ്ലാൻഡിൻ അനലോഗ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് പൾമിനറി ഹൈപ്പർ ടെൻഷൻ. പൾമിനറി ഹൈപ്പർ ടെൻഷനിൽ യൂസ് ചെയ്യുന്ന പ്രോസ്ട്രാഗ്ലാൻഡിൻ അനലോഗ്. ദി ആൻസർ ഇസ് ഇപ്രോപ്രോസ്റ്റനോൾ. EPROPROSTANOL. ഇപ്രോപ്രോസ്റ്റനോൾ. Okay, it is a prostaglandin I2 analog which is used in pulmonary hypertension. ഇപ്രോപ്രോസ്റ്റനോൾ. പൾമിനറി ഹൈപ്പർ ടെൻഷനിൽ നിന്ന് വേറെ ചോദിക്കുന്നത് പൾമിനറി ഹൈപ്പർ ടെൻഷനിലെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണെന്നാണ്. ഏതാ പൾമിനറി ഹൈപ്പർ ടെൻഷനിൽ നമ്മൾ യൂസ് ചെയ്യാറ്? വിച്ച് ഈസ് ദി ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ പൾമിനറി ഹൈപ്പർ ടെൻഷൻ? സാധാരണ ഹൈപ്പർ ടെൻഷൻ അല്ല, പൾമിനറി ഹൈപ്പർ ടെൻഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്. വെരി ഗുഡ്. സിൽഡനാഫ്രിൽ യൂസ് ചെയ്യുന്നുണ്ട്.
ഡ്രഗ് ഫോർ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ്, അത് നമ്മൾ ഇതിലും യൂസ് ചെയ്യുന്നുണ്ട്. ഡോസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ I2 അനലോഗ്, ഈ പ്രോസ്റ്റനോൾ. വേറൊരു ഡ്രഗ് ബോസെൻറ്റാൻ എന്ന് പറയുന്നതാണ്, എൻഡോത്തിലിൻ 1 ആൻറ്റഗോണിസ്റ്റ് ആണ്. ബോസെൻറ്റാൻ, BOSCNTAN, ബോസെൻറ്റാൻ. ദീസ് 3 drugs ആർ യൂസ്ഡ് ഇൻ പൾമിനറി ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, അപ്പോൾ ആ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് ഒന്ന് നോക്കുക. അതിൻ്റെ പേരുകൾ ഈ കാർബോപോസ്റ്റൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് പ്രോസ്റ്റാഗ്ലാൻഡിനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. നൗ ഗോയിങ് ഇൻ ടു കാർഡിയോവാസ്കുലർ സിസ്റ്റം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ആൻറ്റി അറത്മിക് ആണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഫാർമസിസ്റ്റ് ലെവലിലാണെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുള്ളൂ. ക്ലാസ് 1B ഏജൻ്റ് ഏതാണ്, ക്ലാസ് 2 ഏജൻ്റ് ഏതാണ്, അങ്ങനത്തെയൊക്കെയാണ്. അനലിസ്റ്റ് ആകുമ്പോഴാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നത് ആ ലെവലിൽ പോകുമ്പോൾ. അല്ലാതെ ഫാർമസിസ്റ്റ് ലെവലിലാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നന്നായി പഠിച്ചാൽ മതി. പിന്നെ ഓരോ ഇതിനും യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, ഓരോ ടൈപ്പ് അരത്മിയൊക്കെ, ഇപ്പോൾ PSVTയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്, അത് എനിക്ക് തോന്നുന്നു ത്രിപാദിയിലാണെങ്കിൽ ആ ബോക്സ്, ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബോക്സിൻ്റെ താഴെ തന്നെ ഡിജിറ്റാലിസ് അഡിനോസിൻ്റെ ഒക്കെ യൂസുകൾ എഴുതിയിട്ടുണ്ട്. അത് പഠിച്ചാൽ തന്നെ മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. പിന്നെ ആൻറ്റി ആൻജൈനൽ ഡ്രഗ്സ്, ആൻറ്റി ഹൈപ്പർടെൻസീവ്സ്, പെരിഫറൽ വാസോഡൈലേറ്റേഴ്സ് ആൻഡ് ഡ്രഗ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് അറ്റീരിയോസ്ക്ലീറോസിസ്. ഐ തിങ്ക് കുറച്ചും കൂടെ CNS വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമെന്ന് തോന്നുന്നു. പിന്നെ വളരെ അധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡയൂററ്റിക്സ് ആൻഡ് ആൻറ്റി ഡയൂററ്റിക്സ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർക്കേണ്ടത് ഓരോ ഡ്രഗ്സും ഏത് പോർഷനിലാണ് നെഫ്രോണിൽ ആക്ട് ചെയ്യുന്നതെന്നാണ്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ തയേസൈഡ്സ് ഒക്കെ പറയുകയാണെങ്കിൽ DCTയിലാണ്, അസറ്റസോളമൈഡ് ഒക്കെ ആണെങ്കിൽ PCTയിലാണ്. അങ്ങനെ പൊസിഷൻ ഇൻ വിച്ച് ഈച്ച് ഡ്രഗ് ആക്ട് സ്പെസിഫിക്കലി അത് ഓർത്ത് വെക്കണം. പിന്നെ ഇൻ്ററാക്ഷൻസും, പിന്നെ ഡയൂററ്റിക്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഹൈപ്പർ കാൽഷ്യമേൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കിഡ്നി സ്റ്റോൺസിൽ അതൊന്ന് നോട്ട് ചെയ്യുക. ഫ്രൂസിമൈഡാണ് ഹൈപ്പർ കാൽഷ്യമേൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്രൂസിമൈഡാണ്. പക്ഷേ കിഡ്നി സ്റ്റോൺസിലൊക്കെ യൂസ് ചെയ്യുന്നത് തയേസൈഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ യൂസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഹോർമോൺസിൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇൻസുലിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൽ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ലോങ് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്. അതിൻ്റെ ഓരോന്നിൻ്റെ മോഡിഫിക്കേഷൻ എന്താണെന്നൊന്നും ഓർത്തില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ആ ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് അറിയണം. ലോങ് ആക്ടിങ് ഫോംസ് ഏതൊക്കെയാണ്? ഇൻസുലിൻ്റെ 2 ലോങ് ആക്ടിങ് ഫോംസ്. Which are the 2 long-acting forms of insulin? നമ്മൾ പീക്ക്ലെസ് ഇഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസുലിൻ്റെ ഫോംസ് ഏതൊക്കെയാണ്? PG എന്ന് ഓർത്താൽ മതി. PG കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ലോങ് അല്ലേ, അപ്പോൾ ലോങ് PG എന്ന് ഓർക്കുക. അതായത് പ്രോട്ടാമിൻ സിങ്ക് ഇൻസുലിനും ഇൻസുലിൻ ഗ്ലാർജിനും, ഇത് രണ്ടുമാണ് ലോങ് ആക്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇൻസുലിൻ്റെ പിന്നെ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കണം. പിന്നെ അതിൻ്റെ മെക്കാനിസംസ് ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ സൾഫണൈൽ യൂറിയാസ് ഒക്കെ ആണെങ്കിൽ ഇൻസുലിൻ റിലീസിനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ ബൈഗ്വാനൈറ്റ്സ്, അതിൽ ഫെൻഫോർമിൻ എന്താ ബാൻ ചെയ്യാൻ? ലാക്റ്റിക് അസിഡോസിസ് കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ, പിന്നെ കാർഡിയക് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിൽ യൂസ് ചെയ്യാത്തത് ഏതാ? നമ്മുടെ തൈസോളിഡ് അയോൺസ്, റോസിഗ്ലിറ്റാസോൺ, പയോഗ്ലിറ്റാസോൺ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ ഏറ്റവും കുറവ് കോസ് ചെയ്യുന്ന ക്ലാസ്, ഓക്കെ, ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ, അക്കാർബോസ് ആണ്. ബിക്കോസ് നമ്മളത് ഫുഡിൻ്റെ കൂടെയാണ് കഴിക്കാറ്. അപ്പോൾ even if you are missing the meals, you won't be taking the drug. Therefore, the chance for hypoglycemia is less. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുറവ് ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള ചാൻസ് ഉള്ള ഡ്രഗ് അക്കാർബോസ് ആണ്. ബട്ട് ആസ് യു ഓൾ നോ, ഇറ്റ് ഈസ് ഹെപ്പാറ്റോടോക്സിക് ആൻഡ് ഇറ്റ്സ് നോട്ട് പ്രിഫേർഡ്.
പിന്നെ അതൊക്കെയാണ്. പിന്നെ അതുപോലെ വരുന്നത് സെക്സ് ഹോർമോൺസ് ആൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. സെക്സ് ഹോർമോൺസിൽ ഫീമെയിൽ സെക്സ് ഹോർമോൺസും മെയിൽ സെക്സ് ഹോർമോൺസും അതിൻ്റെ ഡ്രഗ്സും നോക്കണം. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള, ഇതിൽ സെക്സ് ഹോർമോൺസിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, പക്ഷെ നമ്മൾ അനലിസ്റ്റിൻ്റെ സിലബസിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഓരോന്നും സ്ട്രെസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇപ്പോൾ ഈ ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഏജൻറ്റ് ക്ലോമിഫെൻ, അതുപോലെ കുറേ ഡ്രഗ്സ് വരുന്നുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് നോക്കണം. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് നോക്കുമ്പോൾ മാർക്കറ്റ് ഡ്രഗ്സിൻ്റെ പേര് വെച്ചിട്ട് 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ മാലാഡി എന്ന് പറയുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ വരുന്ന ഹോർമോൺസ് ഏതാണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് ഒന്നില്ലെങ്കിൽ നെറ്റിൽ നോക്കുക, നമുക്ക് ക്ലാസ് എടുത്തപ്പോൾ അത് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ത്രിപാദിയിലൊരു ടേബിളായിട്ടുണ്ട്, ഒരു യെല്ലോ കളറിലെ ടേബിൾ. അതിൽ ഈ ഡ്രഗ്സിൻ്റെ പേരൊക്കെ ഒരു 3rd കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ബാക്കി 2ഉം കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക. പിന്നെ കോമൺലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഏത് ഓറൽ കോൺട്രാസെപ്റ്റീവ് റെജിമൻ ആണ് ബ്രേക്ക് ഇല്ലാതെ കഴിക്കുന്നതെന്ന്. ഫുൾ മീൻസ് 30 ഡേയ്സും കണ്ടിന്യൂ ചെയ്യുന്ന ഫോർമുലേഷൻ ഏതാണെന്ന്. ദി ആൻസർ ഇസ് മിനി പിൽ. അത് പ്രൊജസ്റ്റിനോൺലി പില്ലാണ് മിനി പിൽസ്. മിനി പിൽസ് ആണ് വിത്തൗട്ട് ഗ്യാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. പിന്നെ മെനോപോസ് അല്ല 35 ഇയേഴ്സ് പ്ലസ് ഉള്ളവർക്കും പിന്നെ എന്തെങ്കിലും എൻഡോമെട്രിയൽ ഓർ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെയുള്ള ചാൻസ് ഉള്ളവരിലും യൂസ് ചെയ്യാറ് ഫേസ്ഡ് റെജിമനാണ്. അതായത് ആദ്യത്തെ ഫേസിൽ പ്രൊജസ്റ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും, പിന്നത്തെ ഫേസിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഒന്ന് നന്നായിട്ട് നോക്കണം. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണത്. നെക്സ്റ്റ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൽ ക്ലാസിഫിക്കേഷൻ നോക്കുക. ലോങ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് നോക്കുക. പിന്നെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആക്ടിവിറ്റി മാത്രമുള്ള ഡ്രഗ്സ് ഏതാണ്, മിനറലോ കോർട്ടിക്കോയിഡ് ആക്ടിവിറ്റി മാത്രമുള്ള ഡ്രഗ്സ് ഏതാണെന്ന് നോക്കുക. ട്രയംസിനലോണും ബീറ്റാമെത്താസോണും ഡെക്സാമെത്താസോണും ഒക്കെയാണ് മിനറലോ കോർട്ടിക്കോയിഡ് ആക്ടിവിറ്റി ഉള്ളത്. ബാക്കിയുള്ളതൊക്കെയാണെങ്കിൽ മിക്സഡ് ആക്ടിവിറ്റി ഉള്ളതാണ്. അതൊന്ന് നന്നായിട്ട് നോക്കണം. പിന്നെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൽ അതിൻ്റെ യൂസസ് അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഇസ് കീമോതെറാപ്യൂട്ടിക് ഏജൻറ്റ്സ്. കീമോതെറാപ്പിയിൽ നമുക്ക് ഇതിൽ നിന്ന് ഏതാ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഡ്രഗ്സും ഏകദേശം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് ആണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചു കണ്ടിരിക്കുന്നത്. ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സ്, അതിൻ്റെ ADRും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് പറയുമ്പോൾ നമ്മൾ കോമ്പിനേഷൻ ഡ്രഗ്സ് പറയാറുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാറുള്ള കോമ്പിനേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കുക. HRZD, ആ ഒരു ഇതില്ലേ 4-HRZD എന്നൊക്കെ പറഞ്ഞ് ഒരു ടേബിൾ എല്ലാ ബുക്സിലും അവൈലബിൾ ആണ്, അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാത്ത ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ് സ്ട്രെപ്റ്റോമൈസിനാണ്. അങ്ങനത്തെയൊക്കെ. അല്ലാതെ വേറെ ഇങ്ങനെ അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫാർമസിസ്റ്റിൻ്റെ സിലബസ്. ഇതിൽ നിങ്ങൾക്ക് എല്ലാം തന്നെ കവേർഡാന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പം തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അറിയാത്തതാണെങ്കിൽ റെഫർ ചെയ്തിട്ട് പറയാം. ഇതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻസോ വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സൈക്കോ ഫാർമക്കോളജിക്കൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റി സൈക്കോട്ടിക്സ് ഒക്കെ പറഞ്ഞില്ലേ, ആൻറ്റി സൈക്കോട്ടിക്സ്, ആൻറ്റി ഡിപ്രസൻസ്, അത് തന്നെയാണ് ഈ സൈക്കോ ഫാർമക്കോളജിക്കൽ ഏജൻസ്, വേറെ ഒന്നുമില്ല. ആൻറ്റി ആങ്സൈറ്റിക് ഡ്രഗ്സ്, ആൻറ്റി ഡിപ്രസൻസ്,
ആൻറ്റിസൈക്കോട്ടിക്സ്, പിന്നെ മൂഡ് സ്റ്റെബിലൈസേഴ്സ്, അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, വേറെ അങ്ങനെ വേറൊരു ക്ലാസ് ഇല്ല സൈക്കോ ഫാർമസ്യൂട്ടിക്കൽ ഏജൻസ് എന്ന് പറഞ്ഞ്. ഓക്കെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് അനലിസ്റ്റിൻ്റെ സിലബസ് നോക്കാം. അനലിസ്റ്റിൽ കുറച്ച് എക്സ്ട്രാ വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആ ബേസിക് ഫാർമക്കോളജിയിൽ പറയുന്ന കുറച്ച് ടോപ്പിക്സ് ഫാർമസിസ്റ്റിനേലും ഒരുപാട് കൂടുതലുണ്ട്. നമ്മൾ ബി ഫാമിന് DRC ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ DRC വെച്ചിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റും നോൺ കോമ്പറ്റേറ്റീവ്, നമ്മളത് ബയോ കെമിസ്ട്രിയിലാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നത്. അപ്പോൾ ഡോസ് റെസ്പോൺസ് കർവ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നൊന്ന് നോക്കണം. ഇപ്പോൾ ത്രിപാദിയിലാണെങ്കിൽ ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു ബോക്സും ഒരു യെല്ലോ കളറിൽ കോമ്പറ്റേറ്റീവ് നോൺ കോമ്പറ്റേറ്റീവിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ള ബോക്സും അതിൻ്റെ മുകളിലൊരു ഗ്രാഫ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതൊന്നും നിങ്ങൾ ത്രിപാദി ഉണ്ടാവുമല്ലോ, എന്തായാലും അനലിസ്റ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ത്രിപാദി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ്, നോൺ കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞു അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതിൽ KM വാല്യൂ Vmax എന്താ ചേഞ്ച് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യണം. കോമ്പറ്റേറ്റീവ് ആകുമ്പോൾ KM ഇൻക്രീസസ്, Vmax റിമെയിൻസ് അൺചേഞ്ച്. നോൺ കോമ്പറ്റേറ്റീവ് ആകുമ്പോൾ Kmax റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് Vmax ഡിക്രീസസ്. അത് മറക്കാതെ നോക്കണം. അത് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കാണുന്നതാണത്. പിന്നെ LD50, ED50, തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, ഇതെല്ലാം ഡെഫിനിഷൻസ് ഒന്ന് നോക്കുക. പിന്നെ ഇത് ഞാൻ അധികം സ്ട്രെസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് എന്തായാലും. അന്ന് ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉള്ളത്. ഞാനത് പറയുന്നില്ല. നമുക്ക് ഇത് ഡ്രഗ്സിൻ്റെ ആ ഒരു ഏരിയ നോക്കാം. കോളിനർജിക്സ് നമ്മൾ ഫാർമസിസ്റ്റിൻ്റെയിൽ പറഞ്ഞ അതൊക്കെ തന്നെയാണ്, എക്സ്ട്രാ ആയിട്ടൊന്നും വരുന്നില്ല. പിന്നെ ഓട്ടോകോയിഡ്സ് ആണെങ്കിൽ ഇത് എക്സ്ട്രാ കേട്ടോ, കൈനിൻ സിസ്റ്റം, എൻകെഫലിൻസ് ഒക്കെ. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഡ്രഗ്സ് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആൻറ്റി അറിത്മിക് ഡ്രഗ്സും ഫാർമക്കോതെറാപ്പി ഓഫ് കാർഡിയാക് അറിത്മിയാസും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഡിജിറ്റാലിസ് ഇൻഡ്യൂസ്ഡ് അറിത്മിയയിലെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റാലിസ് ഇൻഡ്യൂസ്ഡ് അറിത്മിയയിലാണെങ്കിൽ ഫെനറ്റോയിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. പക്ഷെ ഫെനറ്റോയിൻ മിക്കതിലും ഓപ്ഷൻസിൽ അത് കാണാറില്ല. അവർ ലിഗ്നോക്കെയിൻ ആണ് ലിഡോക്കെയിൻ. അപ്പോൾ ലിഡോക്കെയിൻ ആണ് അതിൻ്റെ ആൻസറായിട്ട് സാധാരണ പറയാറ്. ഫെനറ്റോയിൻ ആണുള്ളതെങ്കിൽ ഫെനറ്റോയിനും കറക്റ്റ് ആൻസറാണ് ഡിജിറ്റാലിസ് ഇൻഡ്യൂസ്ഡ് അറിത്മിയയിൽ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിജിറ്റോക്സിനും ഡിഗോക്സിനും കൂടെ ഉള്ള ഡിഫറൻസ് അത് ഒന്ന് നോട്ട് ചെയ്യണം. കാരണം ഡിജിറ്റോക്സിൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ T1/2 വളരെ വ്യത്യാസമുണ്ട്. പിന്നെ ഡിജിറ്റോക്സിൻ ആണെങ്കിൽ ലിവറാണ് മെറ്റബിലൈസ് ചെയ്യുന്നത്, ഡിഗോക്സിൻ ആണെങ്കിൽ കിഡ്നിയാണ്. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എമർജൻസിയിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറ് ഏതാണ്? എമർജൻസിയിൽ ഡിജിറ്റോക്സിനാണ് യൂസ് ചെയ്യുന്നത്. പ്രൊഫൈലാക്സിസിന് ഡിഗോക്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് എല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമാണ്, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ത്രിപാദിയിൽ അത് പറഞ്ഞ പോലെ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സിൻ്റെ കൂട്ടത്തിൽ ടേബിൾ ഫോമിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു പ്രാവശ്യം വായിക്കാം. ഇനി വാസോഡൈലേറ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ ഇതില്ലേ ആഫ്റ്റർ ലോഡ് കുറക്കുന്ന ഡ്രഗ്സ്, പ്രീ ലോഡ് കുറക്കുന്ന ഡ്രഗ്സ്, മിക്സഡ് ആക്ടിങ് ഡ്രഗ്സ്, ആ ക്ലാസിഫിക്കേഷൻ നോക്കാൻ മറക്കരുത്. എല്ലാവരും വാസോഡൈലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നൈട്രോഗ്ലിസറിൻ്റെ പിന്നാലെ പോവും. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് എപ്പോഴും നോക്കാറ്. അതല്ലാതെ പ്രീ ലോഡ് കുറക്കുന്ന ഡ്രഗ്സ്, ആഫ്റ്റർ ലോഡ് കുറക്കുന്ന ഡ്രഗ്സ്, മിക്സഡ് ആക്ടിങ് ഡ്രഗ്സ് ഉണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്യണം. അതും റിപ്പീറ്റഡായി ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ് ഹൈപ്പോലിപ്പിഡിമിക് ഡ്രഗ്സ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മെക്കാനിസം ഓർക്കാൻ പറ്റും. പിന്നെ അതിൽ നിയാസിൻ്റെ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. ഒന്ന്, നിയാസിൻ എന്ന് പറയുന്നത് ക്യൂട്ടേനിയസ് ഫ്ലഷിങ് കോസ് ചെയ്യുന്നൊരു ഡ്രഗാണ്, റെഡ്നെസ് ഒക്കെ കോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളത് എംപ്റ്റി സ്റ്റൊമക്കിൽ യൂസ് ചെയ്യാറില്ല, ഇറ്റ് ഈസ് ടേക്കൺ വിത്ത് ഫുഡ്. പിന്നെ ഒരു പോയിന്റ്, നിയാസിൻ ഇസ് ദി ഹൈപ്പോലിപ്പിഡിമിക് ഡ്രഗ് വിച്ച് ഹാസ് ഹൈ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡ്യൂസിങ് ഗൗട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗാണ് നിയാസിൻ. ഓക്കെ. പിന്നെ VLDL കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാ?
VLDL, സ്പെസിഫിക്കലി VLDL കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഡ്രഗ് നിയാസിനാണ്. ഓക്കെ, VLDL കുറയ്ക്കാൻ യൂസ് ചെയ്യുന്നത് നിയാസിനാണ്. പിന്നെ പ്രോഗ്വാനിലാണ് HDLൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട് അതിൽ, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഹൈപ്പോലിപ്പിഡിമിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക. പിന്നെ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് വാർഫാറിൻ, ഡിഗോക്സിൻ പോലത്തെ ഉള്ള ഡ്രഗ്സിൻ്റെ കൂടെ കൊടുക്കാത്ത ഡ്രഗ്, അല്ലെങ്കിൽ ഈ ഹൈപ്പോഗ്ലൈസെമിക് ഏജൻസ്, ഹൈപ്പോലിപ്പിഡിമിക് ഏജൻസിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഇൻട്രാക്ഷൻ വരുന്ന ഡ്രഗ്സ് കൊളസ്ട്രിലമൈൻ, കൊളസ്ട്രിപ്പോളാണ്. ബൈൽ ആസിഡ് സീക്വസ്റ്ററിങ് ഏജൻസിനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ വരുന്നത്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് നമ്മുടെ ഡെക്സ്ട്രാൻ 70, ഡെക്സ്ട്രാൻ 40 അതൊക്കെയുള്ളൂ. അതിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കാനൊന്നുമില്ല. ആൻറ്റി ഹൈപ്പർടെൻസീവ് ആൻഡ് ഫാർമക്കോതെറാപ്പി ഓഫ് ഹൈപ്പർ ടെൻഷൻ ക്ലാസിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മ്യൂക്കോലൈറ്റിക് ഏജൻസ്, ആൻറ്റിറ്റ്യൂസീവ്സ്, എക്സ്പെക്ടോറൻസ്, ഫാർമക്കോതെറാപ്പി ഓഫ് ബ്രോങ്കിയൽ ആസ്മ. അതും വലിയ കൺഫ്യൂഷൻസ് ഇല്ലാത്തൊരു ചാപ്റ്ററാണ്. പിന്നെ ഡ്രഗ്സ്, ഹോർമോണൽ ഡ്രഗ്സ്, നമ്മളത് ഫാർമസിസ്റ്റിൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സെക്സ് ഹോർമോൺസിൽ ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്. ഈസ്ട്രോജൻസ് ആൻഡ് പ്രൊജസ്റ്ററോൺ, ആൻറ്റി ഫെർട്ടിലിറ്റി ഏജൻറ്റ്, ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഏജൻറ്റ്സ്, അതുപോലെ തന്നെ ആൻഡ്രോജൻസ്. ഇത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ആൻറ്റി ക്യാൻസറിലും ഈ സെയിം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? CNS ഡ്രഗ്സ്. ഇതും ഓൾമോസ്റ്റ് നമ്മൾ അതിൽ പറഞ്ഞ ഡ്രഗ്സൊക്കെ തന്നെയാണ്, നമ്മളുടെ ഫാർമസിസ്റ്റിൽ പറഞ്ഞതാണ്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് പാരസെറ്റമോൾ, മോർഫിൻ പോയ്സണിങ്, സാൽസിലേറ്റ് പോയ്സണിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു പോയ്സണിങ് ആണ് എട്രോപ്പിൻ പോയ്സണിങ്. ഓക്കെ, അപ്പോൾ പോയ്സണിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സൊക്കെ ഒന്ന് ഓർക്കുക. പിന്നെ ലോക്കൽ അനസ്തെറ്റിക്സിൽ എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ഓപ്ഷനാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, സോഡിയം ചാനൽ ബ്ലോക്കർ ആണെന്ന് എല്ലാവരും അത്രേ ഓർക്കാറുള്ളൂ. പക്ഷെ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഇനാക്ടിവേറ്റ് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ, ആക്ടിവേറ്റ് വോൾട്ടേജ് ഗേറ്റഡ്, അങ്ങനെയായിരിക്കും. അതിൽ ഇനാക്ടിവേറ്റഡ് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസിലാണ് ലോക്കൽ അനസ്തെറ്റിക്സ് ആക്ട് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്യണം. ആക്ടിവേറ്റഡ് അല്ല, ഇനാക്ടിവേറ്റഡ് ആണ്. പിന്നെ ലോക്കൽ അനസ്തെറ്റിക്സിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് ഞാനായിരുന്നു ക്ലാസ് എടുത്തത്, എനിക്ക് ഉറപ്പാണ് അത് ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. അതായത് ഇപ്പോൾ ക്രോൺസ് ഡിസീസ് പോലത്തെ ഉള്ള കണ്ടീഷൻസിൽ പെയിൻ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ ഡ്രഗ്സ് ആക്ടിങ് ഓൺ യൂട്രസ്, ഓക്സിറ്റോസിൻസ് ആൻഡ് യൂട്രൈൻ റിലാക്സൻസ്, അതിൽ റിറ്റോഡിൻ്റെ ആക്ഷനൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ റീനൽ ഫെയിലിയർ, ഡ്രഗ്സ് ഇഫക്റ്റിംഗ് റീനൽ ഫങ്ഷൻ, ഡയൂററ്റിക്സ്, ആൻറ്റി ഡയൂററ്റിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. പിന്നെ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അനീമിയ, ഇത് ഞാനെടുത്ത ടോപ്പിക്കാണ്. ഓൾമോസ്റ്റ് എല്ലാം കവറായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഡ്രഗ് തെറാപ്പി ഇൻ ഷോക്ക് ആൻഡ് ഫാർമക്കോതെറാപ്പി ഓഫ് ഷോക്ക്, അതിലങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ വൈറ്റമിൻസ്, ഹെവി മെറ്റൽ ആൻഡ് ഹെവി മെറ്റൽ ആൻറ്റഗോണിസ്റ്റ്, അത് നിങ്ങൾ നന്നായിട്ട് നോക്കണം. അതിൽ പെൻസിലിനമൈൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ഫോംസ് ഒക്കെ ഉണ്ടല്ലോ. ഡി പെൻസിലിനമൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൽ പെൻസിലിനമൈൻ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് കോസ് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഡൈമർ ക്യാപ്റ്റോൾ ആണെങ്കിൽ അയൺ പോയ്സണിങ്ങിലും കൊബോൾ പോയ്സണിങ്ങിലാണെന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഓക്കെ, അയൺ പോയ്സണിങ്ങിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഡ്രഗ് ഡൈമർ ക്യാപ്റ്റോൾ. യൂസ് ചെയ്യുന്നത് അറിയാമല്ലോ, ഡെക്സ്ഫെറോക്സമൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻസൈംസ് ഇൻ തെറാപ്പി, ഹൈലുനോറിഡേസ്, ഇതിൻ്റെ സോഴ്സാണ് ഇമ്പോർട്ടൻറ്റ്. ഹൈലുനോറിഡേസ് ഒക്കെ ആണെങ്കിൽ ഹ്യൂമൻ ടെസ്റ്റസ് എന്നൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ RDNA ടെക്നോളജി വഴി സിന്തസൈസ് ചെയ്യുന്നുണ്ട്. L-asparginase ആണെങ്കിൽ എന്ത് ചെയ്ത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? L-asparginase ഈക്കോലി അല്ലേ, ഈക്കോലിയിൽ നിന്നാണ്. സെറാറ്റോപെപ്റ്റിഡേസും അതിൻ്റെയൊക്കെ സോഴ്സ് നോക്കുക. ഇത്രയും മാത്രമല്ല എൻസൈംസ് ഉള്ളത്. ഈ എൻസൈംസിൻ്റെ സോഴ്സ് നല്ല ക്ലിയർ ആയിട്ട് കൊക്കാട്ടയിലുണ്ട്. ഞാൻ ഫാർമക്കോളജി ടെക്സ്റ്റുകളിലൊന്നും അത്രയും നന്നായിട്ട് സോഴ്സ് കൊടുത്തേക്കണം കണ്ടിട്ടില്ല. കൊക്കാട്ടയിൽ എനിക്ക് ചാപ്റ്റർ ഏതാണെന്ന് ഓർമ്മയില്ല, പക്ഷെ ഒരു ടേബിൾ ഫോമിൽ നല്ല ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്
അതിലൊന്ന് നോക്കുക. പിന്നെ തെറാപ്യൂട്ടിക് ഗ്യാസസ് ഓക്സിജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ. ഇതിൽ നിന്ന് അങ്ങനെ ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് ഈ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഒക്കെ കളറില്ലേ, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ആ സിലിണ്ടേഴ്സിൻ്റെ കളറ്. പിന്നെ ഡ്രഗ്സ് ആക്ടിങ് ഓൺ GIT, അപ്പിറ്റൈസേഴ്സ്, ഡൈജസ്റ്റൻസ്, കാർമിനേറ്റീവ്സ്, എമറ്റിക്സ്. എമറ്റിക്സ് ആൻറ്റി എമറ്റിക്സിൽ നമ്മൾ മെക്കാനിസം നോക്കണം. മെറ്റോക്ലോപ്രമൈഡും ഡോംപെരിഡോണിൻ്റെ ഒക്കെ മെക്കാനിസം നോക്കണം. പിന്നെ ലീവോഡോപ്പ ഇൻഡ്യൂസ്ഡ് വോമിറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ആൻറ്റി എമറ്റിക് ഇസ് പ്രിഫേർഡ് ഇൻ ലീവോഡോപ്പ ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്. Which antiemetic is used in levodopa-induced vomiting? മെറ്റോക്ലോപ്രമൈഡ് നമ്മൾ യൂസ് ചെയ്യുമോ? ഇല്ല. ബിക്കോസ് മെറ്റോക്ലോപ്രമൈഡ് എന്ന് പറയുന്നത് ഒരു D2 ബ്ലോക്കറാണ്. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യത്തില്ല. ഡോംപെരിഡോൺ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. വേറെ പെപ്റ്റിക് കൾച്ചറും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നിൽ വൈറ്റമിൻ ഡിയുടെ ഫോർമുലേഷൻസ് നോക്കണം കേട്ടോ. വൈറ്റമിൻ ഡിയുടെ അത് വിട്ടുപോകരുത്. കാൽസിപ്പോട്രയോളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ഇതില്ലേ നമ്മുടെ സോറിയാസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഫോട്ടോ തെറാപ്പിയുടെ ഡോസ് കുറയ്ക്കാനായിട്ട് അങ്ങനെ ഒരു അത് GPACറ്റിൻ്റെയിലായിരുന്നു തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടായിരുന്നു. ഇത് വിച്ച് ഫോം ഓഫ് വൈറ്റമിൻ ഡി ഇസ് കമ്പൈൻഡ് വിത്ത് ഫോട്ടോ തെറാപ്പി ഫോർ ഡിക്രീസിങ് ദി ഡോസ്. അതിൻ്റെ കാൽസിപ്പോട്രയോളായിരുന്നു അതിൻ്റെ ആൻസർ. വൈറ്റമിൻ ഡിയുടെ ഡിഫറെൻറ്റ് ഫോർമുലേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാൽസിപ്പോട്രയോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ആൻറ്റിബയോട്ടിക്സ് ആണ് നമ്മളതിൽ പറഞ്ഞ അതേ ക്ലാസ്സുകളാണ്. ഇതിൽ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്സ് ഇനി എടുക്കാനുണ്ടോ? മിക്കതും തന്നെ എടുത്തതായിരിക്കണം. ആൻറ്റിബയോട്ടിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി നോക്കുക. എത്ര പഠിച്ചാലും മാറിപ്പോകുന്നൊരു ക്ലാസ്സാണത്. പിന്നെ ഇമ്മ്യൂണോഫാർമക്കോളജി, ഐ തിങ്ക് ഇമ്മ്യൂണോഫാർമക്കോളജിന്നൊന്നും അത്ര ക്വസ്റ്റ്യൻസ് വരാറില്ല. കീമോതെറാപ്പി ഒന്ന് നോട്ട് ചെയ്യണം നന്നായിട്ട്. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ചാപ്റ്ററോ ക്വസ്റ്റ്യൻസോ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.